നമ്മൾ കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. പാലായിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. നഗരമേഖലയിൽ വീണ്ടും വെള്ളം കയറുകയാണ്. ജി ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത് നിൽക്കുന്ന ഇപ്പോൾ എവിടെയാണ്? എന്താണ് അവിടുത്തെ സാഹചര്യം? ഒരു മിനിറ്റ്. സജിത്ത്, ഇറഞ്ഞാലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് കോട്ടയം നഗരത്തിന്റെ തൊട്ട് കിഴക്ക് ഭാഗം, അതായത് കഞ്ഞിക്കുഴിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗം. ഇവിടുന്ന് തിരുവഞ്ചൂരൊക്കെ വഴി അങ്ങനെ പാലയ്ക്കൊക്കെ പോകാവുന്ന ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ വള്ളത്തിലൊക്കെ ആളുകളെ മാത്രമല്ല, അതാ വളർത്തുനായെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കരയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടാ, ഇത് വീട്ടിലാണ് അല്ലേ? നമ്മുടെ പിന്നെ നിങ്ങളെല്ലാവരും നേരത്തെ പോയായിരുന്നോ? ഇന്നലെ വൈകിട്ട് പോയതാണ്. അപ്പൊ ഇവനെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ പോയതാ. ഇവനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. എന്താ അവിടെ വീടിന്റെ അവിടുത്തെ വെള്ളത്തിന്റെ ഒരു അവസ്ഥ? ഇത്രയുണ്ട്, ചങ്ങിന്റെ മുകളിലുണ്ട് വെള്ളം. ഏത് സ്ഥലത്തായിട്ടാ അപ്പൊ വീട്? നമുക്ക് വള്ളത്തോട്ട് പോകണം. വിജയപുരം പഞ്ചായത്ത് തന്നെ അതല്ലേ? കുറെ ആളുകൾ അവിടെ ഉണ്ടല്ലേ? ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഇത് മൗണ്ട് കാർമലിന്റെ ക്യാമ്പിൽ ഇവരെല്ലാം താമസിക്കുന്നു. ഞങ്ങൾ വെട്ടിക്ക സ്കൂളിൽ അവിടെ ക്യാമ്പിൽ താമസിക്കുന്നു. ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളമുണ്ട്. എല്ലാ മൊത്തം വീടുകളിലും വെള്ളമാണ്. എന്തായാലും സജിത്ത്, ഇതാണ് ഇറഞ്ഞാലിലെ കാഴ്ച. ഇത് കുറച്ച് അങ്ങോട്ട് പോകുന്തോറും, അതായത് ഈ റോഡൊക്കെ ഈ അടുത്ത് കഴിഞ്ഞ തവണയാണ്, 1 വർഷം മുൻപാണ് ഉയർത്തിയത്. റോഡിൽ വെള്ളം കയറില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയും ഇതാ വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് മുമ്പ് ഇവിടെ NDRFന്റെ ടീമുണ്ട്. NDRF ടീം ആളുകളെ വള്ളത്തിൽ അങ്ങോട്ടേക്ക്, അവരുടെ ബോട്ടുകളുണ്ട്, അതിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ചേട്ടാ, നിങ്ങളൊക്കെ വീടുകളിൽ നിന്ന് വരുന്നതാണോ അതോ? വീടുകളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം മാറുകയാണോ അതോ? ഇല്ല, ഇന്നലെ രാത്രി തന്നെ അപ്പോൾ അവിടെ വെള്ളം എല്ലായിടത്തും ആയിരുന്നു. രക്ഷയില്ല അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ രക്ഷയില്ല. ഒരുപാട്, അതായത് ഇപ്പോഴും കുടുങ്ങി കിടക്കുമോ? അങ്ങനെ ആളുകളുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത്? ഇല്ല, കുടുങ്ങി കിടക്കുന്നില്ല. എല്ലാവരോടും മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും മാറിക്കൊണ്ട് എല്ലാവരും ബോട്ട് ഇതൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. NDRFന്റെ ടീമും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അതാണ്. 2 ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. സജിത്ത്, നമുക്ക് അവരോട് കൂടി സംസാരിക്കാം എന്ന് കരുതുകയാണ്. വള്ളങ്ങൾ ഒരുപാട് സജീവമായിട്ടുണ്ട്. ചേച്ചി, വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണോ? അവിടെ എല്ലാം ഭയങ്കര വെള്ളവാ. എപ്പോഴാ കയറാൻ തുടങ്ങിയേ? ഞങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് തൊട്ട് കയറാൻ തുടങ്ങി. അവിടെ ഒരു വീടിന്റെ ഒരു എത്രത്തോളം വെള്ളമുണ്ട്? ഓരോരുത്തർക്ക് അരക്ക് മേളിലല്ല. താമസിക്കാൻ എന്തായാലും പറ്റത്തില്ല. കറണ്ട് ഇല്ല. ഇന്നലെ 11 മണി തൊട്ട് കറണ്ടും പോയതാ. അവിടെ ഏതാണ്ട് എല്ലാ വീടുകളുടെ അവസ്ഥ ഇതാണ്. വെള്ളം. ആരെങ്കിലും ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്നവരുണ്ടോ? അതറിയത്തില്ല. നിങ്ങൾ എങ്ങനെയാ അവിടുന്ന് നടന്നു തന്നെ വരാൻ പറ്റും? അവിടുന്ന് നടന്നു വരുമായിരുന്നു. സജിത്ത്, അതാണ് ചിലരുടെ സാഹചര്യം. ചിലർക്ക് അവിടെ നടന്ന് വരാൻ പറ്റുന്നില്ല. അവരെയാണ് ഈ NDRF സംഘമൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഈ റോഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരേക്ക് ഇത് തന്നെയാണ് അവസ്ഥ. കുറച്ചപ്പുറത്താണ് കൊച്ചമറ്റം കോളനിയൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ആളുകൾ, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഈ NDRF സംഘം ബോട്ടുകളിലായി കൊണ്ടുവരുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അവരൊരു ടീമിനെ അങ്ങോട്ട് എത്തിച്ച ശേഷം വീണ്ടും അല്പസമയത്തിനുള്ളിൽ വീണ്ടും വരും. അതായത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആളുകൾ ഇങ്ങനെ പലായനം ചെയ്ത് വരുന്ന പോലുള്ള കാഴ്ചയാണ്. അതായത് ഒരുപാട് ആളുകൾ, കുട്ടികളും ചെറിയ കൈക്കുഞ്ഞുങ്ങളും ഒക്കെയായി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതലാണ് പലയിടത്തും വെള്ളം കയറിയത്. ഒരുപക്ഷെ അവർ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്ന് കാണണം. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളുള്ള സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച്. അതായത് ഈ വള്ളങ്ങളും ഇങ്ങനെയുള്ള ഫയർഫോഴ്സും ഒക്കെ വന്ന് ഇവരെയൊക്കെ പലപ്പോഴും വൈകിയാണെങ്കിലും രക്ഷപ്പെടുത്തുന്നതാണ് കാഴ്ചയാണ് നമുക്ക് കാണാറുള്ളത്. എന്തായാലും ആളുകൾ വലിയ കൂട്ടമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതാണോ? അപ്പുറത്തുനിന്ന് കുറച്ച് കുടുംബങ്ങളൊക്കെ വരുന്നുണ്ട്. സഹിത്ത് നമുക്ക് അവരിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറഞ്ഞാലിൽ ഒരു പതിവായി ഇത് തന്നെയാണ്. തൊട്ടടുത്ത തോടുണ്ട്. ആ തോട്ടിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ കയറി വരുന്ന നിലയുള്ളത്. ഇത് മാത്രമല്ല, ഇത് ഏതാണ്ട് ഇതിനപ്പുറത്ത് നട്ടാശ്ശേരി, അങ്ങനെ എലിപ്പുലിക്കാട്ട് പാലത്തിൻ്റെ ആ ഭാഗം, അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടകളെല്ലാം ഏതാണ്ട് വെള്ളത്തിലാണ്. ഇനി ആളുകളോട് സംസാരിക്കാമെന്ന് വിചാരിക്കും. ചേട്ടാ, വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണോ? കൊച്ചമറ്റത്തുനിന്ന് നടന്നു വരിക. എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? 1.5 കിലോമീറ്റർ. അവിടെ എല്ലാം വെള്ളമായി. അവിടെയൊക്കെ ഭയങ്കര ഒഴുക്കുവാ, വെള്ളമാ. ഞാൻ എൻ്റെ കടയായത്. അപ്പോൾ അവിടെ വെള്ളം കയറിയെന്ന് അറിയാൻ വേണ്ടി വന്ന ചക്കിലാട്ടി വെളിച്ചെണ്ണ. അവിടെ
അവിടെ ഒന്നും ആളില്ല, ആരുമില്ല. ആളില്ലെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ഫയർഫോഴ്സുകാർ 2 ബോട്ട് പോയി, ഇപ്പൊ ആളെ ഒരു ബോട്ട് ഇപ്പൊ ഇറക്കി, ഒരു ബോട്ട് അങ്ങോട്ട് പോയേക്കുന്നു. പിന്നെ വള്ളക്കാർ സഹകരിക്കുന്നു. ഇന്നലെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി ബസ് വന്ന, അപ്പം കോളനിയിൽ നിന്നും ആരും പോയില്ല. ഇതെന്താ അവിടുന്ന് ഇപ്പോഴാണ് വെള്ളം കയറി അതോ? ഇല്ലില്ല, വെള്ളം വൈകുന്നേരം 5:30 ആയപ്പോഴാണ് മിച്ചത്ത് വന്നത്. പിന്നെ രാത്രി ആയപ്പോൾ വീട്ടിൽ കയറി. പിന്നെ ഇത്ര നേരം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. പക്ഷെ ഒരു ഹെൽപ്പിങ്ങും ഇല്ല. നമ്മൾ 2-3 മണിക്കൂർ അവിടെ കുത്തിയിരിക്കുമായിരുന്നു. ഈ കുഞ്ഞുമായിട്ട് വരാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റെസ്ക്യൂ അവർ പറഞ്ഞു ഇപ്പം വരും, വെള്ളം കൊണ്ടുവരും തരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ 2-3 മണിക്കൂർ അവിടെ ഇരുന്നിട്ടും ഇത്ര നേരം വരാത്തപ്പോൾ ഈ കുഞ്ഞുമായിട്ട് നമ്മളിങ്ങനെ വരുക. NDRFന്റെ ഒരു ബോട്ട് കുറച്ചുപേരെ കൊണ്ടുവന്ന് കണ്ട, അവരങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ? അവർ ആ സമയം ഒരു ഹോപ്സ് എന്നേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അത് ആ കാരണമാണ് നമ്മൾ 2-3 മണിക്കൂർ അവിടെ ഇരുന്നത്. പക്ഷെ അത് വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. കുഞ്ഞുമായിട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഒത്തിരി അതെ ഇവർ നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. അതാണ് അവരുടെ ഒരു അനുഭവം. നിങ്ങളെല്ലാവരും ഇവരെ കൊണ്ടുവരാൻ വേണ്ടി വന്നാണോ? കൊണ്ടുവരാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഒരു ബോട്ട് വരുവാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ അത് നമ്മൾ ആൾക്കാരെ കുറച്ച് പേര് കയറ്റിക്കൊണ്ട് പോകാൻ ഹെൽപ്പായിരുന്നു. അത് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവരെ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. വന്നിട്ടില്ല. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് വന്നിട്ടില്ല. പിന്നെ വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്നു വന്നിരിക്കുകയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എന്തായാലും അതാണ് സജിത്ത്. ചില പരാതികളുണ്ട്. നമുക്കറിയാം, ഒന്നിലധികം അടുത്തൊരു NDRFന്റെ ബോട്ട് അങ്ങ് ദൂരെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഒരു ടീമിനെ കൊണ്ട് ഇറക്കിയിരുന്നു, അതിനുശേഷം അടുത്ത ടീമുമായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം ഇന്നലെ വൈകുന്നേരം 5:30 വെള്ളം കയറിയതാണ്. പക്ഷേ പിന്നെയും ഈ വെള്ളം കയറുമോ ഇല്ലയോ എന്നൊക്കെ, കൂടുതൽ കയറുമോ എന്നൊക്കെയുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആളുകൾ കുറച്ചുകൂടി കാത്തു നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ അത്ര നേരം കാത്തു നിന്നത്. പക്ഷേ അവരെ കൂട്ടാൻ ആരും വന്നില്ല എന്ന പരാതിയാണ് അമ്മയും മകനുമൊക്കെ പങ്കുവെക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന NDRF അല്ലെങ്കിൽ ടീമുകൾ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ടീമുകൾ അവരൊക്കെ ഇവിടെ സജീവമായി കളത്തിലുണ്ട്. ആളുകൾ വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ തുടരുന്നുണ്ട്. ഇതിപ്പോൾ NDRFന്റെ ഒരു ബോട്ടിൽ അവർ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് സമാനമാണ്. കടകളിലൊക്കെ വെള്ളം കയറി ഏതാണ്ട് ഈ ഭാഗത്ത് ഈ കടയിൽ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇപ്പുറത്ത് ഈ കടയിൽ വെള്ളം ഉള്ളിലേക്ക് കയറിയ സാഹചര്യമാണുള്ളത്. നമുക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല. വേഗത്തിലാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത്. അവരിങ്ങനെ ചേട്ടാ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? ഇവർ NDRFന്റെ ആണ്. ഞാനിവിടെ ഒരു ഗൈഡായിട്ട് ഇവരുടെ കൂടിയതാണ്. ഞാൻ സേവാഭാരതിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ഇവര് കുടുങ്ങി കിടക്കുക അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്, വീടുകളിലുണ്ട്. കുടുങ്ങിയിട്ടില്ല. അവർ അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചിട്ട് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ വരവ് കണ്ടുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. പ്രായമായ ചേട്ടനൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടായോ? എന്താ എപ്പോഴായിട്ടാ വെള്ളം കയറാൻ തുടങ്ങിയേ? ഇന്ന് രാവിലെ മുതല കൂടുതൽ വെള്ളം വരാൻ തുടങ്ങി ഇന്ന് രാവിലെ മുതലാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് വെള്ളമുണ്ട്. വഴിയിലൊക്കെ വെള്ളം വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ ഇത്രയും വെള്ളം രൂക്ഷമാകുമെന്ന് വിചാരിച്ചില്ല. സജിത്ത്, അതാണ് സാഹചര്യം. ഇങ്ങനെ ഓരോരോ ടീമുകളായി ആളുകൾ ഈ കൂടുതൽ പ്രായമുള്ളവരൊക്കെ പരിഗണന കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൊരു പ്രായമായ ആളും ഒരു ഗർഭിണിയും ഉണ്ട്. അത്തരം ആളുകളെ ആണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.